നമ്മൾ എപ്പോഴും രക്ഷിതാക്കൾ പാരന്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. കുട്ടികളിലെ ഫോൺ ഉപയോഗം രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. എങ്ങനെ നമുക്ക് ഈ ആശങ്ക ഇല്ലാതാക്കാം? അതേക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിഭാഷകയും ഇൻഫ്ലുവൻസറുമായ സമീറ അദീസ്. ലോകത്തെമ്പാടുമുള്ള മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ആകുലതപ്പെടുന്നത് എന്തിനെ പറ്റിയാണെന്ന് അറിയാം? നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കുട്ടികളുടെ ഫോൺ ഉപയോഗം, അല്ലെ? ജർമ്മനിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ, ലോകം മൊത്തത്തിലായി നടത്തിയ ഒരു സെൻസസ്, ഒരു കണക്കെടുപ്പിൽ മാതാപിതാക്കൾ കുട്ടികളുടെ, പ്രത്യേകിച്ച് കൗമാരക്കാരുടെ ഫോൺ ഉപയോഗത്തിലാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്, മാനസിക സമ്മർദ്ദത്തിലാവുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഫോൺ ഉപയോഗം അവർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? നമ്മൾ ചില ഭക്ഷണശാലകളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, ഒരു ചെറിയ കുട്ടി കസേരയിൽ ഒരു കുഞ്ഞു കൊച്ച്, 1 വയസ്സോ 1.5 വയസ്സോ ഒക്കെ ഉള്ള ഒരു കുട്ടിയെ ഇരുത്തി അതിന്റെ മുമ്പിൽ ഒരു പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡിൽ ഒരു ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് ഏതെങ്കിലും ഒരു ഗെയിമോ അല്ലെങ്കിൽ ഒരു പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊടുത്ത് അതിനെ അവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന അമ്മയ്ക്ക് എളുപ്പപ്പണി. ഈ എളുപ്പപ്പണിയാണ് പിന്നീട് ഏറ്റവും വലിയ തലവേദനയായി മാറുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ മീഡിയ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷേ ആ പരിചയപ്പെടുത്തുന്നതിന് അതിർവരമ്പുകൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നത് നമ്മൾ ചിലപ്പോഴെങ്കിലും ഒക്കെ മറന്നു പോകുന്നു. കാരണം നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി. അവനൊന്നും കഴിക്കില്ല, അവന് കഴിക്കണമെങ്കിൽ TV കാണണം, ഒന്നാമത്തെ എക്സ്ക്യൂസ്. അവൾ അടങ്ങിയിരിക്കുകയില്ല, അവൾ വളരെ വികൃതിയാണ്, TV വെച്ചു കൊടുത്താൽ മാത്രം അവിടെ ഇരുന്നോളും, രണ്ടാമത്തെ എക്സ്ക്യൂസ്. കുറച്ചുകൂടെ വലുതാവും, ഫോണിൽ നോക്കിയാണ് കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കുഞ്ഞു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കുഞ്ഞിന് വേണ്ടത് തന്നെയാണോ എന്നൊരു പാരന്റൽ ലോക്ക് ഇടാൻ പോലും, അതായത് രക്ഷകർത്താക്കൾക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്ന സൈറ്റുകൾ ചെയ്യാതെ പോലും വെറും ഒഴിവുകഴിവുകൾ പറയുന്ന മാതാപിതാക്കളുമുണ്ട്. കൊറോണ കാലത്ത് പഠനത്തിന് ആവശ്യമായി വന്ന ഒരു സാധനമാണ് ഫോൺ. അതോടെയാണ് കൂടുതൽ കുട്ടികളും അതിലേക്ക് അഡിക്റ്റഡ് അല്ലെങ്കിൽ അതിനടിമകളായി പോയത് എന്ന് വേണമെങ്കിൽ പറയാം. പഠിക്കാനായി മാത്രം കൊടുത്ത ഫോൺ പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കാൻ പലരും മറന്നുപോയി. ഇതാണ് ഇന്നത്തെ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന വിഷയം എന്നുള്ളത് ആലോചിക്കേണ്ടത് തന്നെയാണ്. ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞുകുട്ടി, അല്ലെങ്കിൽ 2-3 ഘട്ടങ്ങളായി പറഞ്ഞാൽ കുഞ്ഞുകുട്ടി, കുറച്ചുകൂടി വലുതായ കുട്ടി, അതിനേക്കാൾ വലുതായ കൗമാരക്കാർ, ഇങ്ങനെ തരംതിരിച്ചു പറഞ്ഞാൽ ഒരു കുഞ്ഞുകുട്ടി അതിനെ ആദ്യം മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളെല്ലാം ഈ സ്ക്രീനിൽ കാണുന്നത് മാത്രമാണ്. ഈ ഫോണിൽ കാണുന്ന ഈ വെള്ളി വെളിച്ചത്തിലാണ് അത് കണ്ണു തുറന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ലോകത്തിന് പുറത്തേക്കൊരു ലോകത്തിലേക്ക് നോക്കാൻ പോലും ആ കുഞ്ഞിന് താല്പര്യമില്ലാതെ ആകുന്നു. അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്, കുഞ്ഞിനെ അല്ല ഉത്തരവാദിയാക്കേണ്ടത്. രണ്ടാമത്തെ ഘട്ടം, കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ, ഒരു 6-ലോ 7-ലോ അല്ലെങ്കിൽ 5-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളോട്, ഇതേ കുട്ടികളോട്, ഇത് കണ്ട് ശീലിച്ചു ഉപയോഗിച്ച് ശീലിച്ചു വന്ന കുട്ടിയോട് ഉടനെ അത് നിർത്താൻ പറഞ്ഞാൽ നടക്കില്ല. ഉടനെ അത് നിർത്താൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കണം. കുട്ടി വാശി പിടിക്കും, കുട്ടി എറിഞ്ഞു പൊട്ടിക്കും, കുട്ടി പഠിക്കാതെ ഇരിക്കും, കുട്ടി വഴക്കിടും, പലതും ചെയ്തു കളയും. അപ്പോൾ ഇതെല്ലാം ഒരു ഘട്ടം ഘട്ടമായി മിതമായ രീതിയിലാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്, കുട്ടിക്കും നല്ലതാണ്, മാതാപിതാക്കൾക്കും നല്ലതാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളെ പൂർണ്ണമായും ഫോണിൽ നിന്നും അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ സാധ്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മാതാപിതാക്കളുടെ ഒരു കണ്ണ് അവരുടെ മേലുണ്ടാകുക. അവർ ഫോൺ ഉപയോഗിക്കുമ്പോൾ, അവർ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമാകാൻ ശ്രദ്ധിക്കുക. കുഞ്ഞുകുട്ടികൾക്ക്, തീരെ കുഞ്ഞുകുട്ടികൾക്ക് അങ്ങനെ ഒരു ഫോൺ ഉപയോഗം തന്നെ വേണ്ട. അവരെ കാക്കയെയും കിളിയെയും പരുന്തിനെയും കാണിച്ച് ചോറ് വാരി കൊടുക്കും. ഇന്നത്തെ മാതാപിതാക്കൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ കാണിച്ച് അതിലൊക്കെ കളിപ്പിച്ച് കുഞ്ഞുങ്ങളുമായി സംസാരിച്ച് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കും, കളിക്കാൻ ശ്രമിക്കും. ഫോൺ, സ്ക്രീൻ അവരിൽ നിന്നതങ്ങ് മാറ്റി നിർത്തും. അല്പം മുതിരുമ്പോൾ പിന്നെ നമുക്കതങ്ങനെ മാറ്റി നിർത്താനാവില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5ഉം 6ഉം 7ഉം ക്ലാസ്സുകളൊക്കെ ആവുന്നത്. അപ്പോൾ ചെറുതായി അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തു തന്നെ പറ്റൂ. കാരണം ചിലപ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് പോലും നോട്ട്സും മറ്റു കാര്യങ്ങളും വരുന്നത് ഫോണിലാണ്. പക്ഷെ നമ്മുടെ സാന്നിധ്യത്തിൽ മാത്രം അങ്ങനെ അതിനെ നിജപ്പെടുത്തുക. അടുത്തതായി വരുന്നുണ്ട് വലിയ തിരമാല, കൗമാരക്കാർ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് കുട്ടികൾ ഈ ആപ്പുകൾ, പലതരത്തിലുള്ള ആപ്പുകളിലേക്ക് ആകർഷ്ടരാകുകയും സുഹൃത്തുക്കളോ മറ്റു ചുറ്റുപാടുകളിൽ നിന്നോ ഇതിനെക്കുറിച്ചൊക്കെ അറിയുകയും അതിലേക്ക് അത് അവർക്ക് വേണം എന്നുള്ള തോന്നലിലേക്കൊക്കെ വരുന്നത്.
ഇതിനു മുമ്പുള്ള പ്രായത്തിലും ചിലർക്കൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് മാതാപിതാക്കൾ. ചില കുഞ്ഞുങ്ങൾക്ക് നന്നായി നൃത്തം കളിക്കാൻ കഴിവുണ്ടാകും, ചില കുട്ടികൾ നന്നായി പടം വരയ്ക്കുമായിരിക്കും, ചില കുട്ടികൾ നന്നായി പാട്ട് പാടുമായിരിക്കും. ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്പുകൾ അവരുടെ പ്രശസ്തി അല്ലെങ്കിൽ അവരുടെ ടാലന്റ് കാണിക്കാനുള്ള ഒരു വേദിയാണ്. പക്ഷെ അത് നിങ്ങളുടെ കൈപ്പടയിൽ, നിങ്ങളുടെ കൈക്കുള്ളിൽ നിർത്തി മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലും മാത്രം ചെയ്യുക. ഈ ആപ്പുകൾക്കൊക്കെ തന്നെ അങ്ങനത്തെ നിയന്ത്രണങ്ങളുണ്ട്. കുട്ടി 14 വയസ്സിന് താഴെ ആണെങ്കിൽ അത് മാതാപിതാക്കൾ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് നിബന്ധനകൾ അവരും വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റൊരു ആപ്പാണ് സ്നാപ്ചാറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ്. ഈ കൗമാര പ്രായക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സ്നാപ്ചാറ്റ് തന്നെയാണ്. അതിന്റെ ഒരു പ്രധാന ഗുണം അവർക്കും പോരായ്മ നമുക്കും എന്താണെന്ന് ചോദിച്ചാൽ, അയക്കുന്ന മെസ്സേജുകൾ ഒരിക്കൽ വായിച്ചാൽ അപ്പൊ തന്നെ അത് ഡിലീറ്റ് ആയി പോകും ഓട്ടോമാറ്റിക്കലി. ഡിലീറ്റ് ചെയ്യാൻ നിൽക്കേണ്ട തന്നെ കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കൗമാരക്കാരായ മക്കൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഇങ്ങനത്തെ ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് പരിശോധിക്കണം. അതിന് അവരുടെ അനുവാദം നിങ്ങൾക്ക് ആവശ്യമില്ല. അവരത് റീചാർജ് ചെയ്യുന്നതും ആ ഫോൺ മേടിച്ചു കൊടുത്തതും നിങ്ങളാണെങ്കിൽ അത് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അവർ പ്രായപൂർത്തിയായ അഡൾട്ട്സ് അല്ല, കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ നിങ്ങളൊരു ശ്രദ്ധ വെക്കുന്നതും നിങ്ങൾ നിയന്ത്രിക്കുന്നതിലും ഒരു തെറ്റുമില്ല. അത് ആരെന്ത് പറഞ്ഞാലും, അവരെത്ര ശാഠ്യം പിടിച്ചാലും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഇത്തരം ആപ്പുകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും പരിശോധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ഇവരാരെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അവരങ്ങനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആ ഭാഗത്ത് നിന്നും എന്തോ മോശമായ കാര്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. മറ്റൊരു കാര്യമാണ് ആരൊക്കെയായാണ് കുട്ടി സൗഹൃദം നിലനിർത്തുന്നത്, മെസ്സേജുകൾ അയക്കുന്നത്. അത് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇന്റർനെറ്റിന്റെ ലോകം വളരെ വലുതാണ്. ഈ ലോകം മുഴുവൻ ചുറ്റിപ്പണർന്ന ഒരു വള്ളി പോലെ കിടക്കുന്ന ഇന്റർനെറ്റ്, അതിലേക്ക് നമ്മുടെ കുഞ്ഞയക്കുന്ന ഒരു മെസ്സേജിൽ നിന്ന്, ഒരു ഫോട്ടോയിൽ നിന്ന്, ഒരു കാര്യത്തിൽ നിന്ന് അത് ലോകം മുഴുവൻ കറങ്ങി വരാൻ സാധ്യതയുള്ളതാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. അവൾ അയക്കുന്ന ഒരു ഫോട്ടോ, അവൻ അയക്കുന്ന ഒരു മെസ്സേജ് നാളെ അവരുടെ ജീവിതം തന്നെ തകർത്തേക്കാം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളിലെ ഫോൺ ഉപയോഗം തീർച്ചയായും മാതാപിതാക്കൾ ലിമിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ചെറിയൊരു സൂക്ഷ്മതക്കുറവ്, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു ശ്രദ്ധക്കുറവ്, അത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന കാലമാണിത്, പ്രത്യേകിച്ചും ഫോണിന്റെ കാര്യത്തിൽ. താങ്ക് യു സമീർ. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സമീർ വിശദമായിട്ട് തന്നെ സംസാരിച്ചത്.